അനുവേട്ട, അമ്മയെ കണ്ടോ? എന്താ പറഞ്ഞേ? ജാമ്യത്തിന്റെ കാര്യം എന്തായി? അതൊക്കെ ഉടനെ ശരിയാവും. ആ വക്കീൽ നമ്മളോട് കട്ടയ്ക്കാനുണ്ട്. അനുവേട്ട, അമ്മ എന്താ പറഞ്ഞത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സച്ചിയോട് പറയാൻ അമ്മ പറഞ്ഞു വിട്ടിട്ടുണ്ട്. സച്ചി അത് കേൾക്കണം. ഏട്ടത് കേട്ടാ മാത്രം പോരാ, അനുസരിക്കുകയും വേണം. ആശുപത്രി വിട്ടാ നീ നേരെ നമ്മുടെ വീട്ടിലേക്കാണ് വരുന്നത്. നിന്നെ ഇനിയും ആ ഡ്രൈവർമാരുടെ കൂടെ വിടാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇത് അമ്മയുടെ തീരുമാനം. അനുവേട്ട, മരണത്തിന്റെ അങ്ങേയറ്റം വരെ പോയിട്ടാ സച്ചിയുടെ ഇപ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത്. ഇനി പഴയതുപോലെ സച്ചിനെ ഒറ്റയ്ക്കിടാൻ ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അനുവേട്ട, അർച്ചനെ കണ്ടെത്താതെ ഒരിടത്തേക്കും തിരിച്ചു വരില്ലെന്ന് അച്ഛൻ മരിച്ചു കിടക്കുമ്പോൾ ഞാൻ പ്രതിജ്ഞ എടുത്തതാ. ആ വാക്ക് തെറ്റിക്കാൻ എനിക്കാവില്ല. അത് സച്ചിയുടെ നമ്മുടെ അച്ഛൻ പോയില്ലേ, ഇനി സച്ചി ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണം. അതുകൊണ്ട് ആ വാക്കങ്ങ് മറന്നേക്ക്. സച്ചേട്ടാ, അമ്മ ജയിലിലും ഏട്ടൻ ഈ അവസ്ഥയിലും ഞങ്ങളെല്ലാം ഇപ്പോ ആ വീട്ടിൽ മരിച്ചതുപോലെയാ ജീവിക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ഇനി ഞങ്ങൾ ഏട്ടനെ എങ്ങോട്ടും വിടത്തില്ല. നാളെ അമ്മ ജയിലിൽ നിന്ന് ഇറങ്ങി വരുമ്പോ സച്ചിയുടെ അവിടെ ഉണ്ടാവണം. സച്ചി, അറിയാതെയാണെങ്കിലും നിനക്ക് വിഷം തന്നത് അമ്മയാണെന്നുള്ള കുറ്റബോധമുണ്ട്. അമ്മ വല്ലാത്തൊരവസ്ഥയില. നീ സുരക്ഷിതമായി അവിടെ ഉണ്ടെന്ന് കാണുമ്പോൾ ആ അമ്മയുടെ നെഞ്ചിലെ തീയണയും. അതുകൊണ്ട് നീ എതിരൊന്നും പറയരുത്. അമ്മയുടെ സങ്കടം എനിക്ക് കാണാം. പക്ഷേ അനുവേട്ട, അർച്ചന ഇവിടെ എവിടെയോ ഉണ്ട്. അവളില്ലാതെ എനിക്ക് പറ്റില്ല. അതൊക്കെ സമ്മതിച്ചു. പക്ഷേ നീ വീട്ടിൽ വന്ന് താമസിച്ചാലും അർച്ചനയെ കണ്ടുപിടിക്കാലോ. അത് മാത്രമല്ല, ഡോക്ടർ പറഞ്ഞു നിനക്ക് ഓർമ്മയില്ലേ, നല്ല റെസ്റ്റ് വേണം, കെയർ വേണം. വല്ല ഡ്രൈവർമാരുടെയും കൂടെ എവിടെയെങ്കിലും പോയി താമസിച്ചാൽ നിന്നെ ആരും നോക്കൂടാ. ചിലപ്പോൾ ഒരു അസുഖം വന്നാൽ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കാം. പക്ഷേ അതൊന്നും സ്വന്തം സഹോദരങ്ങൾ നോക്കുന്ന പോലെ പറ്റില്ല. അനുവേട്ട, ഞാൻ സച്ചി, ഇക്കാര്യത്തിൽ ഇനി ഒരു ചർച്ചയില്ല. അമ്മയുടെ തീരുമാനം നീ അനുസരിച്ചേ പറ്റൂ. ആന്റി ജയിലിൽ നിന്ന് വരുമ്പോ ഏട്ടൻ ആ പൂമുഖത്ത് തന്നെ ഉണ്ടാവണം.